ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പപ്പടം പോലെ പൊങ്ങി വരാനും സോഫ്റ്റ് ആയിരിക്കാനുമുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാനിവിടെ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത്, അത് കഴിഞ്ഞിട്ട് പുളിയില്ലാത്ത കുറച്ച് തൈരും ചേർക്കാം. ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കാൻ ഈ തൈര് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ചപ്പാത്തി ദീർഘനേരം നല്ല ഡ്രൈ ആകാതെ സോഫ്റ്റ് ആയിരിക്കാൻ ഗുണം ചെയ്യും. ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് പൊടി കുഴിച്ചെടുക്കാം. ചപ്പാത്തി പെട്ടെന്ന് ചുട്ടെടുക്കാനും സോഫ്റ്റായി ഇരിക്കാനും ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നന്നായി കുഴിച്ചെടുക്കാം. നല്ലവണ്ണം കരച്ച് ഇടിച്ച് തിരിച്ച് മറിച്ചിട്ട് ഇടിച്ച് കുഴച്ച് നമുക്ക് മാവെടുക്കാം. അപ്പം കുഴച്ചെടുത്ത മാവാണിത്. ഇത് 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് ചെറിയ ബോളാക്കി എടുക്കാം. നമുക്ക് ബോളാക്കി എടുത്ത് വെച്ച് ഈ മാവ് നമ്മളത് ഒരു 10 മിനിറ്റ് നേരം പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ട് അതിൽ മുക്കി ഈ ഓരോ ബോളും എടുത്ത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാം. നമ്മൾ പാനിൽ ചപ്പാത്തി ഇടുമ്പോൾ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മറിച്ചിടാവും. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടിട്ട് ബബിൾസ് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചെറിയ കുമ്പളകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി മറിച്ചിടുക. നമ്മൾ എന്താണ് വെച്ചാൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചട്ടുകമാണ്. അത് വെച്ച് ചപ്പാത്തിയുടെ മണ്ടയ്ക്ക് പ്രസ് ചെയ്യാൻ ഇച്ചിരി പേപ്പർ എടുത്തിട്ട് ചപ്പാത്തിയുടെ ഇച്ചിരി എണ്ണ നോക്കാതെ ഇങ്ങനെ ചപ്പാത്തിയുടെ മണ്ടയ്ക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.